ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 മെയ് മാസം 31 മുതൽ ജൂൺ മാസം 6 വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 17 മുതൽ 23 ആ ദിവസങ്ങൾ. പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് 12 രാശികളായിട്ടാണ് 2.25 നക്ഷത്രം വീതമുള്ള 12 രാശികളായിട്ട് തിരിച്ച് ആണ് ഫലങ്ങൾ പറയുന്നത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യാവസ്ഥകൾ അതുപോലെ തന്നെ ദൈവാധീനമൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. അതായത് രാശിയിൽ തന്നെ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ടും വളരെ ഉത്തമം. പ്രധാനമായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു ആഴ്ച. മക്കളോടൊക്കെ ഒത്ത് അല്ലെങ്കിൽ മാതാപിതാക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ആഴ്ച മേടം രാശിക്കാർക്ക് യോഗമുണ്ട്. എന്നിരുന്നാലും ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ട ഒരു ആഴ്ചയാണ്. പ്രധാനമായിട്ടുള്ള എഗ്രിമെൻറ്റുകളിൽ, കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവരുമൊക്കെ അതീവ ജാഗ്രത പാലിക്കുകയും വേണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽ അഭിവൃദ്ധികളും സൂചകമാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട്. പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രമോഷൻ വന്നു ചേരുവാനും യോഗമുണ്ട്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഈ ആഴ്ച പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. ആദിത്യൻ എന്ന് പറയുന്ന ആഗ്നേയ ഗ്രഹം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച ഉഷ്ണസംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അതിന് ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും സ്വന്തം നാട് വിട്ടുപോയി പഠിക്കുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ ആകുന്ന ആഴ്ചയാണ്. തൊഴിൽ പുരോഗതി വന്നു ചേരും. അത് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരത്തക്ക രീതിയിൽ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗവുമുണ്ട്. ലോട്ടറി ഭാഗ്യവും ആകാം. അതുപോലെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വന്നു ചേരുമെന്നാണ് ഈ ആഴ്ചത്തെ ഫലം കാണുന്നത്. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിവൃദ്ധിയും ഐശ്വര്യവുമുള്ള ആഴ്ചയാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നന്മ വരും. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ചു. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിയെ ഇപ്പോൾ തന്നെ ദൈവാധീനം ഉള്ള ഒരു സ്ഥിതിയാണ്. വ്യാഴം രാശി മാറുമ്പോഴും അത് വിജയത്തിൻ്റെ സൂചനയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതികൾ, അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം, ഉത്തമ വാഹനയോഗവും ഉത്തമ ഗൃഹയോഗമൊക്കെ വന്നു ചേരുവാൻ, അതിനൊരു തീരുമാനമൊക്കെ എടുക്കുവാൻ, അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ പുതിയതായിട്ട് വന്നു ചേരുവാനൊക്കെ ഈ ആഴ്ച ശ്രമം ആരംഭിക്കേണ്ട ഒരു നല്ല സമയമാണ്. കണ്ടകശനിയൊക്കെ ഉണ്ട്. പൊതുവെ അലസതയൊക്കെ ഉള്ള സമയമാണ്. അലസതയൊക്കെ വിട്ട് പ്രവർത്തിച്ചാൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുവാനായിട്ട് വേണ്ട നല്ല ഒരു ആഴ്ച. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ്. എന്നിരുന്നാലും ഇടപാടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതീവ ജാഗ്രത ആവശ്യവുമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഒരു വിടുതൽ ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. മനക്ലേശങ്ങൾ മാറുന്നതിനുള്ള സൂചനയുണ്ട്. വാക്ക് സംബന്ധമായിട്ടും പ്രവൃത്തി സംബന്ധമായിട്ടുമൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കുടുംബത്ത് സമാധാനം വന്നു ചേരും. അതുപോലെ തന്നെ ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. വാഹനം വന്നു ചേരുക, ഭൂമി സംബന്ധമായിട്ടുമൊക്കെ നല്ല അനുഗ്രഹമുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് ഒരു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒരു തൊഴിൽ പ്രവേശിക്കുവാനൊക്കെ യോഗവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽ ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ് ഈ കർക്കിടകം രാശിക്കാരായിരിക്കുന്നവർക്ക് ഈ ആഴ്ച. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും അങ്ങേയറ്റത്തെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ജാതകാലൊക്കെ കൂടി മോശമാണ് എങ്കിൽ അതീവ ദുഃഖ ദുരിത ക്ലേശങ്ങൾ മനക്ലേശങ്ങളൊക്കെ വന്നു ചേരാതെ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന അധികാരത്തിൻ്റെ ഗ്രഹം തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ശമ്പള വർധനവോടുകൂടിയ ഒരു പുതിയ ജോലി ലഭിക്കുന്നതിനോ പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് തീരുമാനമാകുന്നതിനും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിനും കരാർ ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്നതും പുതിയ വ്യവസ്ഥാപിതമായ രീതിയിൽ പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് പ്രൈവറ്റ് മേഖലകളിലൊക്കെ ആയാലും കയറുന്നതിനൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഒരു അതീവ ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ്. വളരെ ജാഗ്രതയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നു. പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളവർ, രോഗാദി ദുരിതങ്ങളുള്ളവർ, മനക്ലേശമുള്ളവർ അതൊക്കെ മാറുന്നതിനുള്ള ഒരു യോഗമാണ് കാണുന്നത്. പൊതുവെ ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുവാനൊക്കെ യോഗവും ഭാഗ്യവുമുണ്ട്. കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ്. വളരെ ക്ഷമ, വിട്ടുവീഴ്ച, അലസത വിട്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുക. ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന്, കാര്യം സാധിക്കുന്നതിനൊക്കെ അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തും പൊതുവെ സന്തോഷകരമായ അവസ്ഥ. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വളരെ നല്ലതാണ്. പുതിയ ഗൃഹം വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയം. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളാണ് വന്നു ചേരുക. രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അത് വലിയ നേട്ടമാണ്. അത് അവിടെ ഭാഗ്യാധിപൻ കൂടി അവിടെ സ്ഥിതി ചെയ്യുന്നു. വ്യാഴവുമുണ്ട്. വ്യാഴം അതിനുശേഷം 10ലേക്ക് മാറുന്നു. പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകുവാനൊക്കെ യോഗമുണ്ട്. കുടുംബപരമായിട്ടും നല്ലതാണ്. സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും. കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. തൊഴിൽ അഭിവൃദ്ധികളും സൂചകമാണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുക, വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കായാലും നല്ല വിജയങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം വളരെ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറുവാൻ ഈ ആഴ്ച മുതൽ സാധിക്കുന്ന ഒരു നല്ല ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിലായാലും മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പല വിധത്തിലും ദേഷ്യം വർദ്ധിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർ പൊതുവെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. തൊഴിൽ രംഗത്തും സഹപ്രവർത്തകരുമായിട്ടും മറ്റും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്ന് മുൻപോട്ട് പോകാതെ ക്ഷമയോടുകൂടി വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. അത് കുടുംബത്തും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുള്ളതിനാൽ വളരെയധികം അധിക സമയം പഠനത്തിനായിട്ടൊക്കെ മാറ്റിവെക്കണം. ഓർമ്മ കിട്ടാനൊക്കെ അധികം സമയം പഠനത്തിന് മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാൻ പരമാവധി ശ്രമിക്കുക. അധിക ചെലവുകളൊക്കെ സൂചകമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ജാഗ്രത പാലിക്കുക. കൊടുക്കൽ വാങ്ങൽ ആണ് ഏറ്റവും പ്രധാനം. പണം കടം കൊടുത്താൽ പിന്നെ അന്നേരം കാണാം, പിന്നെ കിട്ടിയെന്ന് വരികയില്ല. അതുപോലെ തന്നെയാണ് ജാമ്യം നിൽക്കുക. കരാറുടമ്പടികളിൽ ദീർഘകാലത്തിനുള്ളത് ഒപ്പുവയ്ക്കുവാൻ പാടില്ല. വലിയ നഷ്ടങ്ങൾ വന്നു ചേർന്ന് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പോകുവാൻ സൂചനയുണ്ട്. അത് ഗൃഹസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ വളരെ സൂചനയാണ് ഈ ആഴ്ച. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ യോഗമുണ്ട്. സാമ്പത്തികം വന്നു ചേരുന്നത് വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം. കണ്ടകശനിയൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ നല്ല ഒരു തുടക്കം കുറിക്കുവാൻ ഈ ആഴ്ച സാധിക്കും. അതായത് പുതിയ ജോലിയിൽ പ്രവേശിക്കുക, പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുക, പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുക, നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാൻ സാധിക്കുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക, സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വന്നു ചേരുവാൻ, ഒരു ഉത്തമമായ ഭൂമി വീട് വയ്ക്കുവാനൊക്കെ വന്നു ചേരുവാൻ അതിനുവേണ്ടി ശ്രമിക്കുക. അതിനുള്ള ധനം വന്നു ചേരും. അത് സാധിക്കുന്ന ഒരു സമയമാണ്. വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. അധിക കടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനീയർ മുഖാന്തരമോ മനക്ലേശമോ ധനച്ചെലവുകളും സൂചകമാണ്. തൊഴിൽ രംഗത്തുമൊക്കെ പൊതുവെ നന്നായിരിക്കുന്ന ഒരു നല്ല ആഴ്ചയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം ഉള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും പല വിധത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ, മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര തൃപ്തികരമല്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൊള്ളുകയറാത്ത ആൾക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുവാൻ പാടില്ല. സുഹൃത്തുക്കൾക്കോ സഹോദരസ്ഥാനീയർക്കോ ചില ക്ലേശങ്ങൾ ഉണ്ടാകുക വഴി അധിക ചെലവുകൾ സൂചകമാണ്. കുടുംബത്ത് വാഹന സംബന്ധമായിട്ടുമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക, ജലയാത്രകൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അത് തൊഴിൽ സ്ഥലത്തും ബാധകമാണ്. തൊഴിൽ പുരോഗതിയൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി ചെയ്താൽ നല്ല വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ഒരു ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും ജന്മത്തിൽ 7.5 ശനിയാണ്. ജന്മത്തിൽ അനുഭവിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. 2-ൽ ചൊവ്വായും കൂടിയുണ്ട്. അപ്പോൾ ദേഷ്യം വർദ്ധിക്കുന്നതിനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കലുഷിതമായ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദങ്ങൾ കലുഷിതമാകാതെ ശ്രദ്ധിക്കണം. അത് കുടുംബത്ത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടായാലും മാതാപിതാക്കളോ മറ്റ് സഹോദരസ്ഥാനീയരോ ഒക്കെ ആയിട്ട് ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ നോക്കുക. അത് തൊഴിൽ സ്ഥലത്തും ബാധകമാണ്. അത് ശനിയുടെ ഒരു ദോഷവും അതുപോലെ തന്നെ ചൊവ്വയുടെ ഒരു ക്രൂരമായ ഒരു ക്രൗര്യമൊക്കെ വർദ്ധിക്കുന്ന, ശൗര്യമൊക്കെ വർദ്ധിക്കുന്ന, സാഹസികത വർദ്ധിക്കുന്ന സമയമാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഇടപെട്ടിട്ട്
പിന്നെ ആരും സഹായത്തിനില്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ സൂചന ഉള്ളതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. കുടുംബത്ത് സമാധാനവും സന്തോഷവും ഒക്കെ വിട്ടുവീഴ്ചയിലൂടെയൊക്കെ വന്നു ചേരും. തൊഴിൽ പുരോഗതികളൊക്കെ സ്വപ്രയത്നം കൊണ്ട്, അധിക പ്രയത്നമൊക്കെ ആവശ്യമാണ്. എന്നാൽ പ്രയത്നത്തിനനുസരിച്ച് വരുമാനം കിട്ടുന്നില്ല, ലാഭം കിട്ടുന്നില്ല, വേതനം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതൊക്കെ മനസ്സുകൊണ്ട് കുറച്ചൊക്കെ ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ എല്ലാ നക്ഷത്രക്കാരും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതവും തൊഴിൽ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുവാനായിട്ടും അത് ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. പേരും നക്ഷത്രവും ഒക്കെ ചേർത്ത് കമൻറ്റ് ചെയ്താൽ അവരുടെ വിവരങ്ങൾ പോയി ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഒരു സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.